തെരഞ്ഞെടുപ്പ് രീതിയിൽ വലിയൊരു മാറ്റം വരാൻ പോകുകയാണോ? വർഷങ്ങളായി ചർച്ചയായിരുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഇപ്പോൾ വീണ്ടും ദേശീയതലത്തിൽ ശ്രദ്ധ നേടുകയാണ്. ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരേ സമയത്ത് നടക്കും. ഇത് സർക്കാരിന്റെ ചെലവ് കുറയ്ക്കാമെന്നാണ് ഒരു വാഗ്ദാനം. അതേസമയം ജനാധിപത്യ സംവിധാനത്തെ ഇത് ബാധിക്കുമെന്നാണ് മറ്റൊരു വിഭാഗത്തിന്റെ ആശങ്ക. അപ്പോൾ എന്താണ് ഈ പദ്ധതി? എന്തുകൊണ്ടാണ് ഇത് വീണ്ടും ചർച്ചയാകുന്നത്? 2029 തന്നെ ഇത് നടപ്പിലാക്കുമോ? ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം 2029 ലോക്സഭാ തെരഞ്ഞെടുപ്പോടെ നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് പാർലമെന്ററി സംയുക്ത സമിതി അധ്യക്ഷനും BJP എംപിയുമായ PP ചൌധരി പറയുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഈ വിഷയത്തിൽ വിവിധ സംസ്ഥാനങ്ങളിൽ സമിതി അഭിപ്രായങ്ങൾ ശേഖരിക്കുകയും ചർച്ചകൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. ഗോവ ഉൾപ്പെടെ പല സംസ്ഥാനങ്ങളിലും സന്ദർശിച്ച ശേഷമാണ് സമിതി ഈ വിലയിരുത്തൽ നടത്തിയത്. രാജ്യത്തെ ഭൂരിഭാഗം ആളുകളും ഒരേ സമയം തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനെ അനുകൂലിക്കുന്നുവെന്നാണ് സമിതിയുടെ അഭിപ്രായം. ഏകദേശം 99% പേരും ഈ ആശയത്തെ പിന്തുണച്ചു എന്നാണ് PP ചൌധരി വ്യക്തമാക്കിയത്. എന്നാൽ ഈ കണക്ക് എങ്ങനെ ശേഖരിച്ചു? എത്ര പേരുടെ അഭിപ്രായമാണ് പരിശോധിച്ച തുടങ്ങിയ കാര്യങ്ങൾ പൊതുവായി വിശദീകരിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ അവകാശവാദം രാഷ്ട്രീയ ചർച്ചകൾക്കും വഴിവെച്ചിട്ടുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. ഇപ്പോൾ ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പും വ്യത്യസ്ത സമയങ്ങളിലാണ് നടക്കുന്നത്. ഒരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മറ്റൊരു സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാറുണ്ട്. അതുകൊണ്ട് രാജ്യത്തെ ഏതെങ്കിലും ഭാഗത്ത് എല്ലാ വർഷവും തെരഞ്ഞെടുപ്പ് നടക്കാറുണ്ട്. എന്നാൽ പുതിയ നിർദ്ദേശം അനുസരിച്ച് ലോക്സഭാ തെരഞ്ഞെടുപ്പും എല്ലാ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ഒരേ സമയത്ത് നടത്തും. അതായത് 5 വർഷത്തിലൊരിക്കൽ രാജ്യം മുഴുവൻ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന രീതിയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒരു സംവിധാനത്തിന്റെ പ്രധാന ഗുണമായി സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് സാമ്പത്തിക ലാഭമാണ്. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിച്ച സമിതിക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ പ്രകാരം രാജ്യത്തെ ഇടയ്ക്കിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ ഏകദേശം 7 ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക ചെലവും മറ്റു പരോക്ഷ നഷ്ടങ്ങളും ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. ഈ ചെലവ് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള സർക്കാർ ചെലവുകൾ മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കാരണം വികസന പദ്ധതികൾ വൈകുന്നത്, ഭരണ സംവിധാനത്തിന്റെ പ്രവർത്തനം മന്ദഗതിയിലാകുന്നത്, ഉദ്യോഗസ്ഥരെ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് നിയോഗിക്കേണ്ടി വരുന്നത് തുടങ്ങിയ കാര്യങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മറ്റൊരു പ്രധാന വിഷയവും സമിതി ചൂണ്ടിക്കാണിക്കുന്നു. തെരഞ്ഞെടുപ്പ് സമയത്ത് സർക്കാർ സ്കൂളുകളിലെ അധ്യാപകരെയും മറ്റ് ജീവനക്കാരും തെരഞ്ഞെടുപ്പ് ജോലിക്ക് നിയോഗിക്കാറുണ്ട്. ഇതിന്റെ ഫലമായി ക്ലാസുകൾ തടസ്സപ്പെടുകയും കുട്ടികളുടെ പഠനത്തെ ബാധിക്കുകയും ചെയ്യുന്നു എന്നാണ് സമിതിയുടെ വിലയിരുത്തൽ. അതുപോലെ തന്നെ പോലീസ്, സർക്കാർ ഉദ്യോഗസ്ഥർ, മറ്റു വകുപ്പുകളിലെ ജീവനക്കാർ എന്നിവരും തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലേക്ക് പോകുന്നതിനാൽ സാധാരണ ഭരണ പ്രവർത്തനങ്ങൾക്കും ചിലപ്പോൾ ബുദ്ധിമുട്ട് നേരിടാറുണ്ട്. ഇതെല്ലാം കുറയ്ക്കാൻ ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് സഹായിക്കുമെന്നാണ് അനുകൂലിക്കുന്നവരുടെ വാദം. എന്നാൽ ഈ വിഷയത്തിൽ എല്ലാവർക്കും ഒരേ അഭിപ്രായമല്ല. ചില രാഷ്ട്രീയ പാർട്ടികൾ പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാന തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തിയാൽ സംസ്ഥാനങ്ങളുടെ പ്രാദേശിക വിഷയങ്ങൾ വേണ്ടത്ര ശ്രദ്ധ നേടില്ല എന്നാണ്. ദേശീയ വിഷയങ്ങൾ കൂടുതൽ ചർച്ചയാവുകയും സംസ്ഥാന സർക്കാരുകളുടെ പ്രവർത്തനം വിലയിരുത്താനുള്ള അവസരം കുറയുകയും ചെയ്യുമെന്ന ആശങ്കയും അവർ ഉയർത്തുന്നു. ഒരു സംസ്ഥാന സർക്കാർ 5 വർഷം പൂർത്തിയാകുന്നതിന് മുമ്പ് വീണുപോയാൽ എന്ത് ചെയ്യും? ആ സംസ്ഥാനത്തോടൻ തെരഞ്ഞെടുപ്പ് നടത്തുമോ? അതോ അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരെ കാത്തിരിക്കുമോ? ഇത്തരത്തിലുള്ള നിരവധി നിയമപരവും ഭരണപരവുമായ ചോദ്യങ്ങൾക്കും ഇപ്പോഴും വ്യക്തമായ ഉത്തരങ്ങൾ കാണേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഭരണഘടനയിൽ ചില ഭേദഗതികൾ ആവശ്യമായി വരുമെന്ന് വിദഗ്ധർ പറയുന്നത്. ഇപ്പോൾ പാർലമെന്ററി സമിതി വിദഗ്ധ രാഷ്ട്രീയ പാർട്ടികളുമായി, നിയമവിദഗ്ധരുമായി, പൊതുജനങ്ങളുമായി ചർച്ചകൾ തുടരുകയാണ്. എല്ലാ വിഭാഗങ്ങളും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു പൊതു സംവിധാനം രൂപപ്പെടുത്തുകയാണ് ലക്ഷ്യമെന്ന് PP ചൌധരി പറയുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വെച്ച 2047 ഇന്ത്യ വികസിത രാജ്യമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള പ്രധാന പരിഷ്കാരങ്ങളിലൊന്നാണ് കേന്ദ്ര സർക്കാർ ഈ പദ്ധതി അവതരിപ്പിക്കുന്നത്. അതേസമയം പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ ശക്തമായി എതിർക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ പറയുന്നത് ഈ പദ്ധതി ഫെഡറൽ സംവിധാനത്തെ ബാധിക്കാനും സംസ്ഥാനങ്ങളുടെ സ്വതന്ത്ര രാഷ്ട്രീയ തീരുമാനങ്ങളെ ദുർബലമാക്കാനും സാധ്യതയുണ്ടെന്നാണ്. ആയതിനാൽ എല്ലാ കക്ഷികളുമായും വിശദമായി ചർച്ച നടത്തിയ ശേഷമേ ഇത്തരമൊരു വലിയ തീരുമാനം എടുക്കാവൂ എന്നാണ് അവരുടെ നിലപാട്. ഇപ്പോൾ ഈ ബിൽ പാർലമെന്റ് പരിഗണനയിലാണുള്ളത്. ആവശ്യമായ നിയമ ഭേദഗതിക്കും സംസ്ഥാനങ്ങളുടെ പിന്തുണയ്ക്കും ശേഷം മാത്രമേ ഇത് യാഥാർത്ഥ്യമാകൂ. ആയതിനാൽ 2029 തന്നെ ഈ സംവിധാനം നടപ്പിലാക്കുമോ എന്നത് ഇപ്പോഴും ഉറപ്പായിട്ടില്ല. എന്നാൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തന്നെ ആരംഭിച്ചു എന്നത് വ്യക്തമാണ്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ ഏറ്റവും വലിയ മാറ്റങ്ങളിലൊന്നായി മാറാൻ സാധ്യതയുണ്ട്. ഇത് സർക്കാരിന്റെ ചെലവ് കുറയ്ക്കുകയും ഭരണപ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുകയും ചെയ്യുമെന്നാണ് അനുകൂലിക്കുന്നവർ പറയുന്നത്. അതേസമയം ജനാധിപത്യ സംവിധാനത്തെയും സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളെയും ബാധിക്കുമെന്ന ആശങ്കയും മറ്റൊരു വിഭാഗം പങ്കുവയ്ക്കുന്നു. ആയതിനാൽ ഈ വിഷയം വരും മാസങ്ങളിലും ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചയായി തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. 2029 ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമോ അതോ കൂടുതൽ ചർച്ചകൾക്ക് ശേഷം മാറ്റങ്ങളോടെ മുന്നോട്ട് പോകുമോ എന്നതാണ് ഇനി രാജ്യം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.